ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. വീണ് മുങ്ങിച്ചാവുന്നൊരു മനുഷ്യൻ കരയിലേക്ക് നോക്കിയപ്പോൾ ഒരു ജിന്ന് നിൽക്കുന്നു. അവൻ കണ്ടു. അതിനോട് ചോദിക്കുക ശിർക്കാണ്. ശിർക്കുമല്ല, ഹറാമല്ല, ജായിസാണ്. എന്താ സംശയം? നമ്മള് സുലൈമാനെ ചോദിച്ചാൽ കേട്ടാവില്ല. അപ്പൊ ഈ ജിന്നിനെ കണ്ടാക്കി ജിന്നാന്ന് തോന്നിയിട്ടാണോ വിളിക്കുന്നത്? അതുകൊണ്ടൊന്ന് ഈ സമയത്ത് അപ്പൊ ഈ ജിന്നിനെ കണ്ടാക്കി ജിന്നാന്ന് തോന്നിയിട്ടാണോ വിളിക്കുന്നത്? അതുകൊണ്ടൊന്ന് ഈ സമയത്ത് അപ്പൊ ഈ ജിന്നിനെ കണ്ടാക്കി ജിന്നാന്ന് തോന്നിയിട്ടാണോ വിളിക്കുന്നത്? അതുകൊണ്ടൊന്ന് ഈ സമയത്ത്